തരത്തിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, കാർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയടക്കം വരും. ഇത് പൗരാവകാശ ധ്വംസനമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങൽ ഇടലാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വളരെ പരിഹസിച്ച് പറഞ്ഞത്, ഞാൻ ആവശ്യപ്പെട്ടാൽ മെറ്റ കാർഡുകൾ നീക്കം ചെയ്യൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഭവമാണല്ലോ, നിങ്ങളെയായാലും മെറ്റയോട് പറ, ഞാനും പറയാം. അതുകൊണ്ട് ഞാൻ മെറ്റയോട് ചോദിച്ചു, നീക്കം ചെയ്യപ്പെട്ട കാർഡുകൾ വാട്സാപ്പിൽ മെറ്റ AI-യോട് ചോദിച്ചു, ഇവ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണ്. കൃത്യമായ ഉത്തരം. ഇതിൽ അശ്ലീലമില്ല, ഫേക്ക് ന്യൂസ് അല്ല, വയലൻസ് ഇല്ല, രാഷ്ട്രീയ വിമർശനമാണ്. അതിൽ പിണറായി വിജയൻ്റെ പറഞ്ഞതുണ്ട്, ഇന്ന ആളുകൾ പറഞ്ഞതുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമല്ല, അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമല്ല. മെറ്റ ഇത്രയും പറയുള്ളൂ എന്നുള്ളത് കൊണ്ട് ജെമിനിയോട് ചോദിച്ചു, ഈ മെറ്റ പറയുന്നു അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇത് നീക്കം ചെയ്തത്? കൃത്യമായിട്ട് പറഞ്ഞു, പ്രാദേശിക ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന സർക്കാർ, VD സതീശൻ്റെ സർക്കാർ, ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കിയിട്ടുള്ളത്. ഇതാണ് ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നത്. ഇതാണ് പൗരസ്വാതന്ത്ര്യത്തിന് ഇടുന്നെന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പരിഹസിക്കുക, ഞാൻ ഭയങ്കര സംഭവമാണല്ലോ. ഇത് തിരുത്താൻ തയ്യാറാണ്. ഞാനിപ്പോൾ ഇന്നിടുന്ന പോസ്റ്റിൽ നീക്കം ചെയ്ത ഒരു 10 ചിത്രങ്ങളും കൂടി ഇടാൻ തീരുമാനിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ മറ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എൻ്റെ പോസ്റ്റ് നീക്കം ചെയ്തു നോക്കാം. CM മനസ്സിലാക്കേണ്ടതേ, മോഡി പോലും ആ ജൻസിയുടെ മുന്നിൽ സോഷ്യൽ മീഡിയ തോറ്റുപോയി, പിന്നെയാ നിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാചകടി നിർത്തി ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ പഠിക്കുക.